ഹലോ മക്കളെ, അപ്പോൾ എക്സാം ടൈമൊക്കെയാണ് നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങിപ്പോകും അല്ലേ? നമ്മൾ എത്ര മോട്ടിവേറ്റഡ് ആയി എത്ര ആഗ്രഹത്തോടെ എക്സാമിൻ്റെ ചൂടൊക്കെ കയറി പഠിക്കാനിരിക്കുന്ന സമയത്തും നമ്മൾ ഉറങ്ങിപ്പോകും. അപ്പോൾ ഈ പഠിക്കാനിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഉറക്കിപ്പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക? പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള സിമ്പിൾ പക്ഷേ എഫക്റ്റീവായിട്ടുള്ള 10 ടെക്നിക്സ് ആണ് മിസ് പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോ കുഞ്ഞു വീഡിയോ ആണ്, എൻ്റെ മക്കളെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ആൻഡ് ഈ ടെക്നിക്സ് നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിസ്സിന് നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഇതിലേതൊക്കെ ടെക്നിക്സ് ആണോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇതിലേതൊക്കെ പ്രശ്നമാണോ നിങ്ങൾക്കുള്ളത്, അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ ടെക്നിക്സ് ഫോളോ ചെയ്ത് നോക്കുക. അത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ ഫീൽ ചെയ്യുക. അപ്പം നമ്മൾ തന്നെ ആദ്യം നമ്മളുടെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഞാൻ ഇത്തരം മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്സ് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ മിസ് ഈ വീഡിയോയിൽ ഓരോ പോയിൻറ്റ്സ് പറയുന്ന സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒരു തവണ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ സ്റ്റഡി ലീവൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വയറ് ഫുള്ളായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറച്ചിട്ട് പഠിക്കാനിരിക്കുന്ന സമയത്ത് എന്താ പറ്റുക? നമ്മളുടെ ഭക്ഷണം അല്ലേ, നമ്മൾ നല്ല ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണം നമ്മുടെ വയറ്റിലുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? അത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ഡൈജഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് നമ്മൾ പഠിക്കാനിരിക്കുമ്പം നമ്മുടെ ബ്രെയിനിൽ ആവശ്യത്തിന് വേണ്ട ഓക്സിജനും ന്യൂട്രിയൻസ് ഒക്കെ കുറച്ചൊന്ന് കുറയും. കാരണം ബോഡി മുഴുവൻ എന്തിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്? ഈ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന അതേ ലെവലിൽ ഓക്സിജനും ന്യൂട്രിയൻസും കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരും. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കഴിച്ചിട്ട് ഇരിക്കാതിരിക്കുക. അപ്പോൾ എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ വയറ് ഫുള്ളായിരിക്കും, ബോഡി ഫുള്ള് ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടി വരും. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട ആ ഒരു ന്യൂട്രിയൻസും ഓക്സിജനും എല്ലാം കംപ്ലീറ്റ് ബോഡി മുഴുവൻ ഇതിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക? കുറച്ച് ലൈറ്റായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് പഠിക്കാനിരിക്കുക. ഇനിയിപ്പം ഭയങ്കരമായിട്ട് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഉറക്കം വരികയാകുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് മിസ് പറയുന്നുണ്ടാകും. അപ്പം നമ്പർ 1, ഭയങ്കര ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഉച്ചയ്ക്കാണെങ്കിലും രാത്രി പ്രത്യേകിച്ച് ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാം. രണ്ടാമത്തത്, പ്ലേസ്. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നല്ല വെളിച്ചവും നല്ല വെന്റിലേഷൻ, എയർ സർക്കുലേഷനുള്ള ഒരു റൂം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ ഒരു നമ്മളുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന് നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷം അല്ലെങ്കിൽ ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീലിംഗ് വരുന്നുണ്ടോ? പക്ഷേ ഈ പിക്ചർ സെലക്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത്. അപ്പോൾ അതേപോലെ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ പഠിക്കാനിരിക്കുന്ന സ്ഥലം നല്ല വെന്റിലേഷൻ, എയർ സർക്കുലേഷൻ ഉണ്ടാവണം, അത്യാവശ്യത്തിന് വേണ്ട ലൈറ്റ് ഉണ്ടാവണം. അല്ലാതെ കർട്ടനൊക്കെ ഫുള്ളിട്ട് മൂടി ഉള്ള ഒരു റൂം ആവുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ എന്താ ചിന്തിക്കുക? ഫുൾ ലൈറ്റൊക്കെ കുറവാണ്. ലൈറ്റ് കുറയുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ വിചാരിക്കും ഇത് ഉറങ്ങേണ്ട സമയമാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു കൺഫ്യൂഷൻ വരും, നമുക്ക് ഉറങ്ങാനുള്ളൊരു മൂഡിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പം നല്ല എയർ സർക്കുലേഷനൊക്കെയുള്ള ലൈറ്റൊക്കെയുള്ള ഒരു സ്ഥലം സെലക്ട് ചെയ്യുക. രണ്ടാമത്തതാണ് ഇരിക്കുന്ന പൊസിഷൻ. ഇതേപോലെ ഇങ്ങനെ വളഞ്ഞു കുത്തിയിരിക്കാതിരിക്കുക. മാക്സിമം എന്ത് ചെയ്യുക? ഇങ്ങനെ നമ്മളുടെ ആ ഒരു ബാക്ക് ബോൺ നല്ല സ്ട്രെയിറ്റ് ആവുന്ന രീതിയിൽ തന്നെ ഇരിക്കുക. ആൻഡ് ഇരുന്ന് അതേ പൊസിഷനിൽ തന്നെ എന്ത് ചെയ്യാതിരിക്കുക? ഇങ്ങനെ കുറേ നേരം 2-3 മണിക്കൂർ ഇതേ പൊസിഷനിൽ ഇങ്ങനെ കട്ടക്കിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി ക്ഷീണിക്കും, നമുക്ക് ബോറടിക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല, കണ്ണിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 2-3 കുറച്ച് നേരം ഇങ്ങനെ നടക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ബോഡി ഒന്ന് റിഫ്രഷ്ഡ് ആവും. ഇനി അത് പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 മണിക്കൂർ ഇരുന്ന് അതേ ഇരുത്തം പഠിക്കേണ്ട. ഒരു 45 മിനിറ്റ്സ് ഒക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് നിങ്ങൾ കോൺസെൻട്രേഷൻ കൂടി പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു 10 മിനിറ്റ്സ് നിങ്ങളൊന്ന് എഴുന്നേറ്റൊന്ന് പഠിച്ച കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ, നമ്മളൊരാളെ പഠിപ്പിക്കുന്ന രീതിയിൽ ഒന്നെങ്കിൽ നിങ്ങളെ കണ്ണാടിക്ക് പറഞ്ഞു കൊടുക്കാം ഞാനിപ്പോൾ ഇതാണ് പഠിച്ചത്, അല്ലെങ്കിൽ സെൽഫ് റൂമിൽ തന്നെ വേറെ ആരെങ്കിലും ഉണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായി കുറച്ചുകൂടി ഒന്ന് റിഫ്രഷ്ഡ് ആവും. ഓക്കെ, ഇനി മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പഠിക്കാനിരിക്കും. ഇനിയിപ്പം വെക്കേഷൻ ടൈമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി ലീവിൻ്റെ സമയമൊക്കെ ആണെങ്കിൽ നിങ്ങൾ രാവിലെ കുറച്ചുകൂടി നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിരിക്കും അല്ലേ, ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഭയങ്കര ഫ്രഷ് ആയിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ നോക്കാം. കാരണം ആ സമയത്ത് നമുക്കിങ്ങനെ ഉറങ്ങിപ്പോവാനുള്ള ആ ഒരു മൂഡ് കുറവായിരിക്കും. കാരണം ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ട് ഉറക്കം എഴുന്നേറ്റ് വന്നല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും രാവിലത്തെ
ടൈമിൽ പഠിക്കാൻ നോക്കുക. ആൻഡ് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആണെങ്കിൽ നിങ്ങൾ മാത്സോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് പഠിക്കാനുള്ള കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കൽ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മളുടെ ബോഡിയും നമ്മുടെ മൈൻഡൊക്കെ ഫുള്ളി ആക്റ്റീവ് ആവും, എന്തോ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റേത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ബയോളജിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറേ വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്, അല്ല അവിടെ ഇങ്ങനെ കണക്ക് കൂട്ടാനുള്ള പരിപാടികൾ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഉറക്കത്തിലേക്ക് നയിക്കുന്ന ഒരു രീതിയിലേക്കായി പോകും. അപ്പോൾ കൂടുതലും തിയറി ബേസ്ഡ് ആയിട്ടുള്ള വായിക്കാനുള്ള കാര്യങ്ങൾ രാവിലെയും അല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ ചെയ്തു പഠിക്കാനുള്ളതൊക്കെ ഉച്ചയ്ക്ക് ശേഷവും ചെയ്യാം. ഇനി 4ാമത്തെ ടിപ്പ്, ബയോളജി, സോഷ്യൽ സയൻസ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒത്തിരി വായിച്ച് മനസ്സിലാക്കാനാണുള്ളത് അല്ലേ. അപ്പോൾ ഈ വായിക്കുന്ന സമയത്ത് ഇപ്പോൾ രാവിലെ ആണെങ്കിലും നിങ്ങൾ വായിക്കുന്ന സമയത്ത് ബുക്ക് ഇങ്ങനെ അങ്ങനെ ഇരുന്ന് വായിക്കാതെ ഉറക്കം വായിക്കുക. ഓക്കെ, ഉറക്കം വായിച്ച് തന്നെ പഠിക്കുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി അലേർട്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഞാനെന്തോ ചെയ്യുകയാണ്, നമ്മൾ പറയുന്ന കാര്യം നമ്മൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തോന്നും നമ്മൾ വായിക്കുകയാണെന്ന്, പക്ഷേ നമ്മൾ വേറെ ഏതോ ലോകത്തായിരിക്കും. അപ്പോൾ വായിക്കുന്ന സമയത്ത് ഉറക്കെ തന്നെ വായിക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾ ചിലപ്പോൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സൈഡിലൊരു ലെക്ചർ നോട്ടോ എന്തെങ്കിലും വായിച്ച കാര്യങ്ങൾ നിങ്ങൾക്കിപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ സൈഡിൽ ഇങ്ങനെ ചെയ്തും കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൈയും അവിടെ വർക്ക് ചെയ്യും ആൻഡ് നമ്മുടെ ബോഡി എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഉറക്കം വരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി നമ്മുടെ 5ാമത്തെ ടിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വെള്ളം കുടിക്കുക. ഓക്കെ, കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ വേനൽക്കാലവും കൂടി ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ബോഡി നമ്മൾ ഒത്തിരി വേർക്കും. അപ്പോൾ ആ സമയത്ത് ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. കാരണം നമ്മുടെ ബ്രെയിനിന് ആവശ്യത്തിന് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തലവേദന വരും. തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? ചിന്തിച്ച് നോക്കൂ, പറ്റില്ല. അപ്പം മിനിമം ഇപ്പോൾ ശരിക്കും പറഞ്ഞാണെങ്കിൽ 7 to 8 ഗ്ലാസ്സസ് പോരാ, ഒരു 8 to 10 ഗ്ലാസ് തന്നെ നിങ്ങൾ കുടിക്കാൻ നോക്കുക. കാരണം ഇത് വേനൽക്കാലമാണ്. ഓക്കെ, ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 10 മണിക്കും 12 മണിക്കും അല്ല 2 മണിക്കും 10 മണി ആ ഒരു സമയത്തൊക്കെ ആയിട്ട് ബെല്ലടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അതായത് വെള്ളം കുടിക്കുന്നത് നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ. നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെയാണ് നിങ്ങൾ തന്നെ ഫോണിൽ അലാം വെക്കുക. വെള്ളം കുടിക്കുന്നത് മറന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ ഫോണിൽ അലാം വെക്കുക. ഒരു 2 hours ഇങ്ങനെ വിട്ട് അലാറം വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് വെള്ളം കുടിക്കാനുള്ള അലാം എന്ന് മനസ്സിലാകുമ്പോൾ കുടിക്കുക, ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ് മക്കളെ. വെള്ളം കൂടി കുറവുള്ള ആൾക്കാർ അത് തീർച്ചയായിട്ടും മാറ്റാൻ നോക്കുക. കാരണം നമ്മൾ അതും കുടിക്കുന്ന വെള്ളം നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമായിരിക്കണം, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ഇത് അസുഖങ്ങളൊന്നും വരാതിരിക്കാനും നമ്മുടെ ബോഡീനെ ഹെൽത്തി ആക്കി നിർത്താനും നിങ്ങൾക്ക് ഉറക്കം വരാതിരിക്കാനും അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ നല്ലപോലെ തലയിൽ കയറാനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ് ടിപ്പ്. ഇത് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചെയ്തു തുടങ്ങാം കേട്ടോ. ഇനി നമ്മുടെ 6ാമത്തെ ടിപ്പാണ്, അല്ല 5ാമത്തെ ടിപ്പാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അതായത് നിങ്ങൾ ഭയങ്കര നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് നേരം ഒരു 4-5 മണിക്കൂറൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്ന ശീലമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് റിഫ്രഷ്ഡ് ആവാൻ, അല്ലെങ്കിൽ ഒരു എനർജറ്റിക് ആവാൻ, ഒരു ഉന്മേഷമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കോഫിയോ അല്ലെങ്കിൽ ടീയോ കുടിക്കാം. ഇത് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പുതിയതായിട്ട് ആ ശീലം ഉണ്ടാക്കണ്ട. കാരണം ഇത് കുറച്ചൊരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് ഈ ഒരു ശീലം കാപ്പി ചായ കുടിക്കുന്ന ശീലം ഇല്ലാത്തവരാണെങ്കിൽ ഏറ്റവും നല്ലത് ആ ശീലത്തിലേക്ക് പോകണ്ട. ഇനി അതല്ല, ശീലമുള്ളവരാണെങ്കിൽ നിർത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ചെറിയ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ശീലമുള്ളവർക്ക് കുടിക്കാം, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ദിവസം ഒരു 4 കാപ്പി 5 ചായ ഒന്നും കുടിക്കരുത്. മാക്സിമം പോയി കഴിഞ്ഞാൽ 1-2 രാവിലെ കാപ്പി കുടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ രാവിലെ ചായ കുടിക്കുന്നുണ്ടാവും, അതുപോലെ വൈകുന്നേരം ഒന്ന്, അതിൽ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നേരം സ്കിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ രാത്രിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ കുറച്ചുകൂടി നേരം പഠിക്കാനൊക്കെ സഹായിക്കും. ഇത് ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഇത് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ടിപ്പാണ് വാഷ് യുവർ ഫേസ്. അതായത് നമുക്ക് തന്നെ അറിയാം, നമുക്കിങ്ങനെ ഉറക്കം വരുന്നു എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു വെള്ളത്തിൽ നമ്മൾ ഒരു കുറച്ച് തവണ മുഖം കഴുകിയാൽ തന്നെ നമുക്ക് തന്നെ ഒരു റിഫ്രഷ്ഡ് ആയ പോലെ തോന്നും. അപ്പോൾ ഇടയ്ക്കൊന്ന് മുഖമൊക്കെ കഴുകുക. അത് ഉറക്കം വരുന്ന സമയത്തും ചെയ്യാം. അതല്ലാതെ ആകുമ്പോൾ നമ്മളൊന്ന് ഭയങ്കര ടയേർഡ് ആയതുപോലെ നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടുകാലം കൂടെ ആയതുകൊണ്ട് നമ്മളുടെ കണ്ണിനൊക്കെ ഭയങ്കര ക്ഷീണം നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ കണ്ണായാലും ഫേസ് ആയാലും വാഷ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉറക്കം ഒഴിവാകാനും പിന്നെ നമ്മളുടെ ഹെൽത്തിനും നല്ലതാണ്, പ്രത്യേകിച്ച് കണ്ണിൻ്റെത്. ഇനി നമ്മളുടെ അടുത്ത ടിപ്പാണ് ടേക്ക് എ പവർ നാപ്പ്. അപ്പോൾ എന്താണ് പവർ നാപ്പ് എന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയാത്തതായിട്ടുണ്ടാവും. അതായത് നമ്മൾ
ഒത്തിരി നേരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 20 to 25 മിനിറ്റ്സ് നമ്മളൊന്ന് ഉറങ്ങുന്നതിനെയാണ് നമ്മൾ പവർ നാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് എടുക്കാം. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഭയങ്കര വയറ് ഫുള്ളായിരിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ മൂടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 20 to 25 മിനിറ്റ്സ്, അതിൽ കൂടുതൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഉറങ്ങുന്നത് പവർ നാപ്പ് അല്ല. പവർ നാപ്പിന് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങൾ ഒന്നുകൂടി റിഫ്രഷ്ഡ് ആവാൻ സഹായിക്കും. നമ്മുടെ ബ്രെയിനിൻ്റെ എഫിഷ്യൻസി, പഠിക്കുന്നതിലുള്ള ആ ഒരു കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ബോഡി ഒന്നുകൂടി റെഡി ആവും പഠിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഭയങ്കര ഒരു മടി തോന്നുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്, ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ 20 to 25 മിനിറ്റ്സ് അലാറം വെക്കുക. അതുപോലെ തന്നെ അമ്മയോടോ അച്ഛനോടോ ഒന്ന് ഈ സമയം കഴിഞ്ഞ് എന്നെ വിളിക്കണം എന്ന് പറയാം. ഇതിൽ കൂടുതൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണമാവും, പിന്നെ ഉറക്കം മൂടാവും. അപ്പം ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ദെൻ അടുത്തതാണ് കീപ്പ് എ കൺസിസ്റ്റൻറ്റ് ടൈം ഫോർ സ്ലീപ്പിംഗ് ആൻഡ് വേക്കിംഗ് അപ്പ്. അതായത് നമ്മൾ എപ്പോഴും ചിലപ്പോൾ നിങ്ങളുണ്ടാവും അപ്പം എത്ര മണിക്കൂർ ഉറങ്ങണം എന്നുള്ളത് മിസ് പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങളൊരു 10 മണിക്ക് ഉറങ്ങുന്ന ആളായിരിക്കാം, എന്നിട്ട് നിങ്ങൾ ചിലപ്പം ഒരു 7 മണിക്കോ 8 മണിക്കോ ഒക്കെ എഴുന്നേൽക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കറക്റ്റ് ടൈം ഉണ്ടെങ്കിൽ എപ്പോഴും അത് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം 10 മണിക്ക് ഉറങ്ങി, അടുത്ത ദിവസം 11 മണിക്ക് ഉറങ്ങി, പിന്നെ 9 മണിക്ക് ഉറങ്ങി, അങ്ങനെ ഉറങ്ങുന്ന സമയവും എഴുന്നേൽക്കുന്ന സമയവും എപ്പോഴും ഒരേതാക്കി വെക്കുന്നതാണ് നല്ലത്. ഇത് മിസ് വെറുതെ ഉറക്കം കളയാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതല്ല, ഇത് നമ്മുടെ ബോഡിയിലുള്ള ബയോളജിക്കൽ ക്ലോക്ക് ഒന്ന് കറക്റ്റാക്കി വർക്ക് ചെയ്യാനും അനാവശ്യമായിട്ടുള്ള സമയത്ത് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉറക്കം കളയാതിരിക്കാനും കൂടി വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എപ്പോഴും എന്ത് ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴും ഉറങ്ങുന്ന സമയമാണെങ്കിൽ ആ സമയത്ത് തന്നെ ഉറങ്ങുക, എഴുന്നേൽക്കുന്ന സമയം എപ്പോഴും കറക്റ്റാക്കുക. അതിങ്ങനെ മാറ്റി മാറ്റി കളിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ദിവസം എപ്പോഴും 8 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്താണ് അതിൽ ലേറ്റായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ, നമ്മുടെ ആ ഒരു ബയോളജിക്കൽ ക്ലോക്ക് നമ്മുടെ ബോഡിയിലുള്ളതാണ്, അത് ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ നോക്കുക. എപ്പോഴും ഒരു കറക്റ്റ് ടൈം, ഇത്ര മണിക്ക് ഉറങ്ങുന്ന ആളാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഉറങ്ങിയിരിക്കണം. ഇത്ര മണിക്ക് എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയായാലും ആ സമയത്ത് എഴുന്നേറ്റിരിക്കണം. ഓക്കെ, അല്ലാതെ ഞാൻ കുറച്ച് നേരത്തെ നിങ്ങൾ ആ ഒരു ഋതം തെറ്റിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്ട്രാക്ഷൻസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും, മൊബൈൽ ഫോൺ തന്നെയാണ്. ഓക്കെ, മെയിൻ ഡിസ്ട്രാക്ഷൻസ്. പണ്ടാണെങ്കിൽ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് പറയാനുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെ മെയിൻ ഡിസ്ട്രാക്ഷൻ ഫോണാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം, മൊബൈൽ ഫോൺ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡിസ്ട്രാക്ഷൻ. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അയാളെ മാറ്റി തന്നെ വെക്കുക. നിങ്ങൾക്ക് ഫോണിലാണ് ക്ലാസ് കാണാനുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാനുള്ളത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡാറ്റ ഓഫ് ചെയ്ത് വെക്കുക. കാരണം ഇങ്ങനെ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ടോണ്, മെസ്സേജിൻ്റെ ആയിക്കോട്ടെ, ചിലപ്പോൾ യൂട്യൂബിൻ്റെ വീഡിയോസിൻ്റെ ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാമിലുള്ളതായിക്കോട്ടെ, അതൊക്കെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. പഠിക്കുന്ന സമയത്ത് അത് ഒഴിവാക്കുക. അപ്പം നമ്മൾ കൂടുതൽ അങ്ങോട്ടേക്ക് പോകും. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ്, വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണല്ലേ, അപ്പോൾ നമ്മളൊരു 6 to 7 hours ഹെൽത്തി സ്ലീപ്പ് എടുക്കണം. ഓക്കെ, അത് റെഗുലറാക്കി വെക്കുക. ഓക്കെ, അതിൽ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുക, നമ്മുടെ ഹെൽത്ത് ഒന്നാമത് വളരെ മോശമാവും. രണ്ടാമതായിട്ട് നമ്മുടെ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് പഠിക്കാനിരുന്നൊരു 4 മണിക്കൂറൊക്കെ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ, 4 മണിക്കൂറേ നിങ്ങൾ ഉറങ്ങുന്നു എന്നാണെങ്കിൽ നമുക്ക് ഡേ ടൈം പഠിക്കാതിരിക്കുമ്പോൾ താനേ ഉറക്കം വരും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ സമയം ഇങ്ങനെ നിങ്ങളുടെ സ്ലീപ്പിംഗ് ടൈം കുറഞ്ഞത് പഠിച്ചിട്ടാവില്ല, ഫോണിൽ കളിച്ചിട്ടായിരിക്കും. അതും ചെയ്യാതിരിക്കുക. അതായത് പഠിച്ചൊക്കെ കഴിഞ്ഞു, ലാസ്റ്റ് കിടക്കാൻ നേരത്തെ ഫോൺ നോക്കിയില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഫോൺ നോക്കി റീൽസ് നോക്കി സമയം പോയി. അപ്പോൾ നമ്മുടെ ഉറക്ക സമയം കളഞ്ഞു. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക മക്കളെ. എപ്പോഴും 6 to 7 hours നിങ്ങൾ ഫിക്സ്ഡ് ടൈം വെക്കുക. നിങ്ങൾ ഉറങ്ങുന്നുണ്ട്, ഒന്നെങ്കിൽ 6 hours അല്ലെങ്കിൽ 7 hours. നിങ്ങൾ ഉറങ്ങുന്ന സമയവും എഴുന്നേൽക്കുന്ന സമയം. ഇപ്പോൾ നിങ്ങൾ 10 മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേൽക്കണം? ഒരു 6 hours എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 11, 12, 1, 2, 3, 4 മണിക്ക് നിങ്ങൾക്ക് എഴുന്നേൽക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് 7 hours സ്ലീപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് 5 മണിക്ക് എഴുന്നേൽക്കാം. ഓക്കെ, അപ്പോൾ അതെപ്പോഴും ഫിക്സ്ഡ് ആക്കി വെക്കാൻ നോക്കുക. നല്ലൊരു ഹെൽത്തി സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്തുള്ള നമ്മളുടെ എല്ലാ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഉറക്കം വരുന്നു എന്നുള്ള പ്രശ്നം തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതൊക്കെ പ്രശ്നങ്ങളാണ് എൻ്റെ മക്കൾക്കുള്ളതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഈ ടിപ്സ് ഫോളോ ചെയ്ത് നോക്കുക. ഓക്കെ, കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, ഇത് നിങ്ങൾ ഓവർകം ചെയ്യാം. തീർച്ചയായിട്ടും നമ്മുടെ പഠിക്കുന്ന സമയത്തുള്ള ഉറക്കം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതേപോലത്തുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്താൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക.